കണ്ണിന് കാഴ്ചയുടെ പുതുവസന്തമൊരുക്കി വീണ്ടും ഒരു പൂക്കാലം തീർത്ത സിരകളിൽ പൂക്കളുടെ ഗന്ധം നിറച്ച് കണ്ണൂർ പോലീസ് മൈതാനിയെ പൂച്ചെടികളുടെ പറുദീസയാക്കി വീണ്ടും ഇതാ കണ്ണൂർ പുഷ്പോത്സവം. കേരളത്തിനകത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി കാതങ്ങൾ താണ്ടി പല വർണ്ണങ്ങളിലുള്ള പൂച്ചെടികൾ കണ്ണൂർ പുഷ്പോത്സവ നഗരിയിൽ ഇടം പിടിച്ചപ്പോൾ അവ ഒരു നോക്ക് കാണുവാനായി എത്തുന്നത് ഒന്നും രണ്ടുമല്ല, ദിവസേന ആയിരക്കണക്കിന് പേരാണ്. പേരെന്താണ്? പുഷ്പോത്സവം കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കാണുമ്പം തന്നെ കണ്ണിനൊരു നല്ല കുളിർമയുണ്ട്. തീർച്ചയായിട്ടും. പേരെന്താണ്? എൻ്റെ പേര് പീഞ്ഞ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പുഷ്പോത്സവം? നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്ങനെയുണ്ട് കണ്ണൂർ പുഷ്പോത്സവം? നല്ലത്. അടിപൊളി. അപ്പൊ എവിടെ നിന്നാണ് വരുന്നത്? വരും. എങ്ങനെയാണ്? ക്യൂരിയോസിറ്റി ഉണ്ടോ? നമ്മൾ കുറേ ദിവസം ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. ഒരു ഫ്രീ ഡേ, റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ ഫ്രീ ആയപ്പോൾ എല്ലാവരും കൂടി നീങ്ങാണ്. പൂച്ചെടികളുടെ ഇനങ്ങൾ ഒന്നും രണ്ടുമല്ല, കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ശ്രമഫലമായി ഒരുക്കിയത് ഒരു ഉദ്യാനമാണ്. ഓർക്കിഡുകൾ, വിവിധ തരത്തിലുള്ള ആന്തൂറിയം, ഗ്ലാഡിയോളസ്, എയർ പ്ലാന്റ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ചെടികളുടെ വൻ ശേഖരം. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള സ്ഥലത്താണ് നമ്മൾ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. വിവിധങ്ങളായ ഏകദേശം 50 ഇനങ്ങളോളം ചെടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ മുമ്പിൽ കാണുന്ന ഹൈഡ്രാഞ്ചിയ, ഓർക്കിഡ്, ആന്തൂറിയം, പീസ് ലില്ലി, സെലോഷ്യസ്, അതുപോലത്തെ ചെടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമൊക്കെയുള്ള നഴ്സറികളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇക്കൊല്ലത്തെ മുഖ്യ ആകർഷണം ഈ ഷോയുടെ നമ്മൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണില്ലാത്ത കൃഷി. മണ്ണില്ലാത്ത കൃഷിക്ക് ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു പുതിയ ഐഡിയ അല്ല, മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലും കുറച്ചാളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വ്യാപാരാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, കമേഴ്ഷ്യൽ വിൽക്കാൻ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങളിൽ ഈ ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. കൃഷിയെയും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുക, കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഇത്തവണയും പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിച്ച നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും ലഭ്യമാകും. ജൈവവളം, മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കണ്ണൂരിലെ പുഷ്പോത്സവം. 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ വർണ്ണോദ്യാനം മാത്രമല്ല കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ആകർഷണം. വിവിധ തരത്തിലുള്ള സ്റ്റാളുകളടക്കം ഒരു ഉത്സവാന്തരീക്ഷമാണിവിടം. ഇവിടെ എത്തുന്ന ഒരാളെങ്കിലും ഒരു പൂച്ചെടി പോലും വാങ്ങാതെ മടങ്ങില്ല. ഷാജി കിളറയ്ക്കൊപ്പം ലിസിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്.